ഇപ്പോൾ ദുബായിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റമാണ് മസ്ക ചീസ് കറക്ക്. അപ്പോൾ ഇത് നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെയാണ് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നോക്കാം. സംഭവം എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നല്ല ടേസ്റ്റിലി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. വായിൽ അലിഞ്ഞു പോകുന്ന ഒരു സ്വീറ്റാണ്. അപ്പോൾ ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ ഒരു സോസ് പാനിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കുഞ്ഞു പീസ് മതി കേട്ടോ, ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു 2 ഏലക്കായും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ചായപ്പൊടിയാണ് കേട്ടോ ഇനി ചേർത്ത് കൊടുക്കുന്നത്. ചായപ്പൊടി നമ്മുടെ പൊടിയുടെ കടുപ്പത്തിനനുസരിച്ചിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1.5 ടീസ്പൂൺ ചായപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മധുരത്തിനായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു ഗ്ലാസ് പാലും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. തിളച്ച് ആ ഒരു പൊടിയൊക്കെ പിടിച്ച് കടുപ്പൊക്കെ പാകമായിട്ട് വരുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് അരിച്ചിട്ട് നമുക്കിതൊരു കപ്പിലേക്ക് ഒഴിക്കാം. ഇനി നമുക്ക് വേണ്ടത് ക്രീം ചീസാണ്. അപ്പോൾ അതാ ഞാൻ ഈ ഒരു ക്രീം ചീസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിൽ നിന്നൊരു 2 ടേബിൾ സ്പൂൺ ക്രീം ചീസ് ഈ ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ക്രീം ചീസിന് ഒരു ചെറുതായിട്ടൊരു പുളിപ്പ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിതിലേക്ക് എന്തായാലും കുറച്ച് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പഞ്ചസാര പൊടിച്ചിട്ട് ആ ഒരു പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് നമ്മുടെ മധുരത്തിന് ആവശ്യത്തിനുള്ളത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ടത് ബ്രെഡാണ്. ബ്രെഡ് ഞാനിതാ സൈഡൊക്കെ ഒന്ന് ഒരു ബ്രൗൺ കളറിലുള്ള ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇത് കട്ട് ചെയ്ത് മാറ്റിയിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഈ ഒരു മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ക്രീം ചീസ് ഉണ്ടല്ലോ, അത് ഇതിൽ നന്നായിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മറ്റേ സ്ലൈസ് ബ്രെഡും ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള ഒരു ചായ ഉണ്ടല്ലോ, ആ ഒരു ചായ ചൂടോട് കൂടിയിട്ട് തന്നെ ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. കുറച്ച് കൂടുതലായിട്ട് തന്നെ അങ്ങ് ഒഴിച്ചു കൊടുക്കുക. അപ്പോഴേ ഈ ഒരു ബ്രെഡൊക്കെ നല്ല സോക്കി ആയിട്ട് വരും കേട്ടോ. ഈ ഒരു ചായയിൽ കിടന്നിട്ട് അടിപൊളി ഒരു ടേസ്റ്റ് തന്നെയാണ്. ആ ഒരു ചായയുടെ ടേസ്റ്റും അതുപോലെ തന്നെ ആ ഒരു ക്രീം ചീസിൻ്റെ ടേസ്റ്റും ബ്രെഡും എല്ലാം കൂടി ആകുമ്പോൾ ഒരു വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ. അത് വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന നമ്മുടെ മസ്ക ചീസ് കറക്ക് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും, ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്